ഇല്ല. ഇല്ല. ഓക്കെ. സോ നമ്മൾ ഇന്നലെ എഫക്റ്റീവ് ഡേറ്റഡ് പോർട്ട്ലെറ്റ്സും നോൺ എഫക്റ്റീവ് ഡേറ്റഡ് പോർട്ട്ലെറ്റ്സും പഠിച്ചായിരുന്നു. കണ്ടു നമ്മൾ ഹിസ്റ്ററി കീപ്പ് ചെയ്യുന്ന പോർട്ട്ലെറ്റ്സ് എല്ലാം എഫക്റ്റീവ് ഡേറ്റഡും ഹിസ്റ്ററി കീപ്പ് ചെയ്യാത്തത് നോൺ എഫക്റ്റീവ് ഡേറ്റഡുമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് ഈ സിസ്റ്റത്തിൽ മനസ്സിലാക്കേണ്ട ഒരു മോഡലാണ്. അതിനെ വിളിക്കുന്ന പേര് ഡാറ്റ മോഡൽ എന്നാണ് അതിന് പറയുന്നത്, ഡാറ്റ മോഡൽസ്. ഇത് പഠിച്ചാൽ മാത്രമേ ഈ സിസ്റ്റത്തിൽ, ഇപ്പോൾ ഒരു സക്സസ് ഫാക്ടർ സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളുടെ പ്രൊഫൈലിൽ പോയാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു റിക്വയർമെന്റ് വരുമ്പോഴേക്കും ഈ ഡാറ്റയൊക്കെ എന്താണെന്ന് മനസ്സിലാവും. ഇത് കാണുമ്പോൾ ഹോം അഡ്രസ് ആണ്, കോൺടാക്ട് ഇൻഫോർമേഷൻ ആണെന്നൊക്കെ മനസ്സിലാവും. പക്ഷേ ഓരോ സെക്ഷനും ഓരോ ടൂളായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഡാറ്റ മോഡൽ എന്താണെന്ന് മനസ്സിലാവണം. മൊത്തം 4 ഡാറ്റ മോഡൽസ് ഉണ്ട്. 1, 2, 3, 4. ആദ്യത്തിന്റെ പേരെന്ന് പറയുന്നത് SDM, സക്സഷൻ ഡാറ്റ മോഡൽ. അടുത്തത് CSSDM, കൺട്രി സ്പെസിഫിക് സക്സഷൻ ഡാറ്റ മോഡൽ. മൂന്നാമത്തത് CDM. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം, പറഞ്ഞുതരാം. കോർപ്പറേറ്റ് ഡാറ്റ മോഡൽ, CSCDM, കൺട്രി സ്പെസിഫിക് കോർപ്പറേറ്റ് ഡാറ്റ. സോ 4 ഡാറ്റ മോഡലേ ഉള്ളൂ. സക്സഷൻ ഡാറ്റ മോഡൽ, കൺട്രി സ്പെസിഫിക് സക്സഷൻ ഡാറ്റ മോഡൽ, കോർപ്പറേറ്റ് ഡാറ്റ മോഡൽ, കൺട്രി സ്പെസിഫിക് കോർപ്പറേറ്റ് ഡാറ്റ മോഡൽ. ഇനി സക്സഷൻ ഡാറ്റ മോഡലിനും ടോട്ടലി ആയിട്ട് നമ്മൾ പറയുന്നത് എംപ്ലോയി ആൻഡ് എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഡീറ്റെയിൽസ്. ഈ സിസ്റ്റത്തിൽ എംപ്ലോയുമായിട്ട് ബന്ധപ്പെട്ടതോ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസിനെയും സക്സഷൻ ഡാറ്റ മോഡൽ എന്നാണ് പറയുന്നത്. ഈ ഹോം അഡ്രസ് ആരുടെ ഡീറ്റെയിൽ ആണ്? എംപ്ലോയിയുടെ അല്ലേ? കോണ്ടാക്ട് ഇൻഫോർമേഷൻ എംപ്ലോയിയുടെ ആണ്. എമർജൻസി കോണ്ടാക്ട്, ജനറൽ നോമിനേഷൻ, ഇനിയിപ്പം പേഴ്സണൽ ഇൻഫോർമേഷൻ എംപ്ലോയിയുടെ ആണ്. നാഷണൽ ID ഓഫ് കോഴ്സ് എംപ്ലോയിയുടെ ആയിരിക്കുമല്ലോ. പാൻ കാർഡ്, ആധാർ കാർഡ്, ബാക്കിയെല്ലാം. സാലറി, ബാങ്ക് അക്കൗണ്ട് എംപ്ലോയിയുടെ ആയിരിക്കും. അപ്പം ഇങ്ങനെ കാണുന്ന എംപ്ലോയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും എന്തായിരിക്കും? സക്സഷൻ ഡാറ്റ മോഡൽ ആയിരിക്കും. സ്വാഭാവികമായിട്ട് കോർപ്പറേറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ്. ഓർഗനൈസേഷൻ റിലേറ്റഡ് ഡീറ്റെയിൽസ് ആണ് കോർപ്പറേറ്റ് ഡാറ്റ മോഡൽ. ഇപ്പോൾ ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന്റെ അഡ്രസ്സ്, അത് ഓർഗനൈസേഷന്റെ അല്ലേ, എംപ്ലോയിയുടെ അല്ലല്ലോ. അപ്പോൾ ലൊക്കേഷൻ അത് അവരുടെയാണ്. ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു യൂണിറ്റ്, ഒരു ഡിവിഷൻ, നിങ്ങൾക്ക് സാലറി തരുന്ന ടീം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസേഷൻ. അപ്പം ഓർഗനൈസേഷൻ്റെ ഒരു സൈഡ് ഉണ്ട്, എംപ്ലോയിക്ക് എംപ്ലോയ്മെന്റ് ഒരു സൈഡ് ഉണ്ട്. ഇപ്പോ കമ്പനി ഒരു HR ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വേക്കൻസി ഓപ്പൺ ചെയ്തു. ആ വേക്കൻസി ആരുടെയാണ്? കമ്പനിയുടെ. പക്ഷെ അതിലുള്ള ജോബ് ചെയ്യുന്നത് ആരാണ്? എംപ്ലോയി. ഇപ്പോ HR എന്ന് പറഞ്ഞൊരു വേക്കൻസി വന്നു. അത് കഴിഞ്ഞ് ജോബ് എന്ന് പറയുന്നത് ചിലപ്പോ പേറോൾ HR ആയിരിക്കും, അല്ലെങ്കിൽ HR എക്സിക്യൂട്ടീവ് ആയിരിക്കും, അല്ലെങ്കിൽ എനിത്തിങ്. അപ്പം ഈ HR എന്ന് പറഞ്ഞ വേക്കൻസി കമ്പനിയുടെയാണ്, പക്ഷെ ഈ ജോബ് എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ആണ്. അപ്പൊ ജോബ് എന്ന് പറയുന്നത് സക്സഷൻ ഡാറ്റ മോഡലാണ്. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് ഈ കമ്പനിയിൽ ഇത് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒരു സ്ട്രക്ചർ പറയുന്നേ ഉള്ളൂ. അത് കഴിയുമ്പം ഇത് പഠിച്ചു വരുമ്പോൾ സുരാഗിന് കാര്യം മനസ്സിലാവും. ആദ്യം EC എന്ന് പറഞ്ഞാൽ എംപ്ലോയി സെൻട്രൽ ആണ്, ഷോർട്ട് ഫോം ആണ്. എംപ്ലോയി സെൻട്രൽ നമ്മൾ പഠിക്കുന്നത്. എംപ്ലോയി സെൻട്രലിനകത്ത് മാനേജർ
ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യും. പൊസിഷൻ എന്ന് പറഞ്ഞാൽ വേക്കൻസി. ആ പൊസിഷന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ജോബ് കാണും, HR മാനേജർ എന്ന് എന്തോ ആയിരിക്കും. പൊസിഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് ടീം ആളെ കണ്ടുപിടിക്കാൻ പോകും. സെർച്ച് ഫോർ കാൻഡിഡേറ്റ്. റിക്രൂട്ട്മെന്റ് ടീം മറ്റേ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവര് അടുത്ത ഓൺ ബോർഡിംഗ് ടീം ഈ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസും, കാരണം അയാളെ ഇന്റർവ്യൂ ക്ലിയർ ആയല്ലോ, കാൻഡിഡേറ്റ് ഡീറ്റെയിൽസും പ്ലസ് കമ്പനി ക്രിയേറ്റ് ചെയ്ത പൊസിഷൻ ഡീറ്റെയിൽസും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഹയർ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ രണ്ടും ഒരുമിച്ചുള്ളത്. സക്സഷൻ ഡീറ്റെയിൽസും ഉണ്ട്, ഓർഗനൈസേഷൻ ഡീറ്റെയിൽസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് സക്സഷൻ, ഇത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോർപ്പറേറ്റ്. അപ്പൊ നോക്കിയേ, കാൻഡിഡേറ്റ് ഡീറ്റെയിൽസും സക്സഷൻ ഡീറ്റെയിൽസും ഓർഗനൈസേഷൻ ഡീറ്റെയിൽസും ഒരുമിച്ച് ചെയ്തിട്ടാണ് ഹയർ ചെയ്യുന്നത്. അപ്പം ഇപ്പൊ സുരാഗിന്റെ ആണെങ്കിൽ സുരാഗിന്റെ ഹോം അഡ്രസ്, ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. താൻ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് ലൊക്കേഷനിലാണ്, എല്ലാം ഉണ്ട്. ഒരുമിച്ചാണ് വരുന്നത്. എന്നിട്ട് ഹയർ ചെയ്യുന്ന എങ്ങോട്ടാണ്? വീണ്ടും ഈസിയിലോട്ട്. ലാസ്റ്റ് അത് ഈസി തന്നെ ഒന്ന് കിടക്കും. ഈസിയിൽ തന്നെ പൊസിഷൻ ഉണ്ടാക്കി ആളെ കണ്ടുപിടിച്ച് ഓൺ ബോർഡിങ് ചെയ്ത് ഈസി തന്നെ വന്നു. അതാ ഞാൻ പറഞ്ഞത്, ബാക്കി എല്ലാ മോഡ്യൂൾസും ആ ടൈമിൽ മാത്രമേ വർക്ക് ആകത്തുള്ളൂ. പക്ഷേ അറ്റ് ദ എൻഡ് ഡാറ്റ എവിടെ തന്നെ കിടക്കുന്നത്? ഈസിയിലാണ് ഡാറ്റ കിടക്കുന്നത്. കോൺഫിഡൻഷ്യൽ ഡാറ്റ സെറ്റ് എവിടെ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പം ഈ പൊസിഷന്റെ അകത്തൊരു പ്രത്യേകതയുണ്ട്. പൊസിഷൻ എന്ന് പറയുന്നത് ചിലപ്പം HR ആയിരിക്കും, പക്ഷെ ജോബ് എന്ന് പറയുന്നത് HR എക്സിക്യൂട്ടീവ് എന്നായിരിക്കും. ആ ഓപ്പൺ ചെയ്ത പൊസിഷനിൽ വരാൻ പോകുന്ന ആളുടെ ശരിക്കുള്ള ജോബ് HR എക്സിക്യൂട്ടീവ് ആയിരിക്കും. ഇനി ഈ ജോബിൽ നിന്ന് സുരാഗ് വന്നു. സുരാഗാണ് ആ ജോബ് ചെയ്യുന്നത്. തന്റെ ജോബാണത്. കമ്പനിയുടെ പൊസിഷൻ ഓപ്പൺ ആണെങ്കിലും തന്റെ ജോബാണ്. അതുകൊണ്ടാണ് എംപ്ലോയി ആൻഡ് എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഡീറ്റെയിൽസ്. ഇനി നാളെ സുരാഗ് പോയി, സുരാഗേ പോയിട്ടുള്ളൂ, കമ്പനിയുടെ പൊസിഷൻ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ വേറൊരാൾ വരാം. അവിടെ വേറൊരാൾ വരുമ്പം ഈ ജോബ് ഇപ്പൊ കെവിന്റെ ജോബാണ്, പക്ഷെ പൊസിഷൻ അവിടെ ആരുടെ തന്നെയാണ്? കമ്പനിയുടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ എംപ്ലോയി ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ജോബ് റിലേറ്റഡ് എന്ന് മാത്രമേ ഉള്ളൂ. ജോബ് ഡീറ്റെയിൽസും ബാക്കിയുള്ളൂ. ഇവിടെ ജോബ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹെഡർ ഉണ്ടോ, പേഴ്സണൽ ഇൻഫോർമേഷൻ, എംപ്ലോയ്മെന്റ് ഇൻഫോർമേഷൻ. ഈ പേഴ്സണൽ ഇൻഫോർമേഷനിൽ കാണുന്ന ഇത് മുഴുവനും സക്സഷൻ ഡാറ്റ മോഡലാണ്. ഈ എംപ്ലോയ്മെന്റ് ഇൻഫോയിൽ കാണുന്ന ഇത് മുഴുവനും സക്സഷൻ ആണ്, എക്സെപ്റ്റ് ഈ ഓർഗനൈസേഷൻ ഇൻഫോർമേഷൻ. ജോബ് ഇൻഫോർമേഷൻ കണ്ടോ? എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് എടുക്കുകയാണ്. എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസിൽ ഹയർ ഡേറ്റ് ആരുടെ ഹയർ ഡേറ്റാ? എംപ്ലോയിയുടെ അല്ലേ, കമ്പനിയുടെ അല്ലല്ലോ. അതെ, എംപ്ലോയി ഡീറ്റെയിൽസ് ആണ്. അപ്പോ സക്സഷൻ ഡാറ്റ. ഇവിടെ പൊസിഷനും ഓർഗനൈസേഷൻ ഇൻഫോർമേഷനും ഓർഗനൈസേഷൻ ഡാറ്റ. പക്ഷെ ജോബ് സുരാഗിന്റെ മാനേജറാണ് സുനിൽ വിഷ്ണുഹാന്റെ. അപ്പൊ തന്റെ മാനേജറാണ്, കമ്പനിയുടെ മാനേജർ അല്ല. ഇത് തന്റെ ജോബ്, തന്റെ മാനേജർ ആണെന്നും താൻ പെർമനന്റ് എംപ്ലോയി ആണെന്നും താൻ എത്ര നാളെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നും എന്ന കമ്പനി കയറിയെന്നും. ഇനി സാലറി ഡീറ്റെയിൽസ്. സാലറി ഡീറ്റെയിൽസ് ആരുടെയാണ്? കോമ്പൻസേഷൻ എന്ന് പറയുന്ന കോമ്പൻസേഷൻ ഇൻഫോർമേഷൻ. ഈ സാലറി ആരുടെ സാലറിയാണ്? കമ്പനിയുടെയാണോ എംപ്ലോയിയുടെയാണോ? സാലറി ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് എംപ്ലോയിയുടെയാണ്. ഇത് ആർക്കുള്ള CTC ആണ്? എനിക്ക്. അപ്പം 20 ലക്ഷം എന്നുള്ള ടോട്ടൽ CTC തന്റെയാണ്. സോ ഇത് എംപ്ലോയി ഡീറ്റെയിൽസ് ആണ്, സക്സഷൻ ആണ്. അപ്പൊ എംപ്ലോയുമായിട്ട് എന്ത് ചെറുതോ വലുതോ അത് എംപ്ലോയിയുടെ ആണെങ്കിൽ അത് സക്സഷൻ ഡാറ്റ മോഡലാണ്. എംപ്ലോയിയുടെ അല്ലാത്ത വേറെ ഏത് ഡീറ്റെയിൽസും അത് കമ്പനി ഡീറ്റെയിൽസ് ആണ്, ഓർഗനൈസേഷൻ. ക്ലാരിഫൈഡ് ആണോ? ഇല്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, കുഴപ്പമില്ല. കാരണം ഇത് മനസ്സിലായില്ലെങ്കിൽ കാര്യമില്ല. ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ. ഇനി നമ്മൾ ഈ ഒരു ഡാറ്റ മോഡലാണ് ആദ്യം കവർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ മുതലാണ് നമ്മുടെ കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്ര ദിവസം ഒരു KT ആയിട്ട് എടുത്താൽ മതി. ഈ കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഞാൻ വേണമെങ്കിൽ സിസ്റ്റം തരാം. ആ എറർ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സിസ്റ്റം തരാം. അപ്പോ
സക്സഷൻ ഡാറ്റ മോഡലിന് ഒരൊറ്റ ടൂളേ ഉള്ളൂ മെയിൻലി പഠിക്കേണ്ടത്. ഒരൊറ്റ ടൂളേ ഉള്ളൂ. മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ. മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ എന്നാണ് ഈ ടൂളിന്റെ പേര്. ഇന്റർനെറ്റിൽ ഇതിനെ BCUI എന്നോ MBCUI എന്നോ കാണാൻ പറ്റും. BCUI എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, BCUI ബിസിനസ് കോൺഫിഗറേഷൻ യൂസർ ഇന്റർഫേസ് UI. MBCUI എന്ന് പറയുമ്പോൾ MBCUI കോപ്പി മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ UI. ഇന്റർവ്യൂവിൽ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഡു യു നോ വാട്ട് ഈസ് BCUI എന്ന് ചോദിക്കും. വേറെ ഒന്നുമല്ല, മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ തന്നെയാണ്. ഇതിന്റെ വേറെ അബ്രിവേഷൻസ് ഏതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ടെർമിനോളജീസ് ആണ് പഠിക്കാനായിട്ട്. അപ്പം മാർക്കറ്റിൽ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതാണ് പഠിക്കേണ്ടത്. സോ BCUI എന്ന് പറയുന്നതും യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ സുരാഗ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഏത് ലാപ്ടോപ്പ് ആണെങ്കിലും സിസ്റ്റം ആണെങ്കിലും ഫോൺ ആണെങ്കിലും അതൊരു UI ആണ്, യൂസർ ഇന്റർഫേസ് ആണ്, യൂസറുമായിട്ടുള്ള ഇന്റർഫേസ് ആണ്. മനസ്സിലായി. ആ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പം MBCUI, അപ്പം മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ ടൂൾ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ടൂൾ കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ സുരാഗിന് വരും. മാനേജ്, ഞാൻ ഇതിന്റെ ഷോർട്ട് ഫോം അടിച്ചാലും മതി, പക്ഷെ ഫുൾ ഫോം പഠിക്കണം. കാരണം ഇന്റർവ്യൂവിൽ അത് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുമ്പോഴേക്കും സിസ്റ്റം അറിയുന്ന ഒരാൾക്ക് മാത്രമേ അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഷോർട്ട് കട്ട്സ് ഒക്കെ കവർ ചെയ്യും അവര്. ഇത് ഷോർട്ട് കട്ട്സ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ആദ്യത്തെ 3 അവര് അത് ചെക്ക് ചെയ്യോ, നമുക്കറിയോ എന്നുള്ള സംഭവം? കാരണം ഷോർട്ട് കട്ട്സ് എന്ന് പറയുമ്പോഴേക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കുന്നത് കൂടുതലും കാണാതെ പറയും. ഇപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഫുൾ ഫോം പറയുമല്ലോ. ഇപ്പം സുരാഗ് വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിലാണെങ്കിൽ പോലും ചില ടൂൾസോ ചില കാര്യങ്ങളോ മൊത്തം സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അറിയാവുന്നത് പോലെ ആകുമ്പോഴേക്കും തനിക്ക് ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ. യു ഡോണ്ട് റിക്വയർ ടു യൂസ് ദ BCUI. മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ എന്ന ആ ഒറ്റ വാക്കും പറഞ്ഞാൽ മതി, തീർന്നു. ആ ഒരു കോൺസെപ്റ്റ് അവരത് ചെക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അവർ നോളേജ് ചെക്ക് ചെയ്യുന്നതും തൻ്റെ ക്യാരക്ടറും കൂടെ സെയിം ചെയ്യുന്നത്. താൻ കാണാതെ പഠിച്ച് പറയുന്നതാണോ അതോ മനസ്സിലാക്കി പറയുന്നതാണെന്നുള്ളത് ഇത് മനസ്സിലാക്കി പഠിക്കേണ്ടത്. ഞാൻ അങ്ങനെ പഠിപ്പിച്ചു തരുന്നത്. ഇപ്പം സക്സഷൻ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഇനി സക്സഷൻ ഡാറ്റ മോഡലിന് ഒരൊറ്റ ടൂളേ ഉള്ളൂ. ഈ ടൂളിൻ്റെ അകത്ത് ഇനി കയറുമ്പോഴേ സുരാഗിന് അത് മനസ്സിലാവുള്ളൂ എങ്ങനെ ഈ ടൂള് റിമെമ്പർ ചെയ്യാം എന്നുള്ളത്. കാണിച്ചു തരാം. ഈ മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ ടൂളിന്റെ അകത്ത് ഇവിടെ HRIS എലമെന്റ് എന്ന് കണ്ടോ? ലെഫ്റ്റ് സൈഡിലെ HRIS എലമെന്റ്സ് ഈ കാണുന്ന ഞാൻ ഓരോ HRIS എലമെന്റ് സെലക്ട് ചെയ്യുമ്പോഴും ഇവിടെ HRIS ഫീൽഡ് അതുമായിട്ട് റെസ്പെക്റ്റീവ് HRIS ഫീൽഡ് കാണുന്നുണ്ടോ? ഞാനിപ്പം പേഴ്സണൽ ഇൻഫോ എന്ന് പറയുന്ന ഒരു HRIS എലമെന്റ് എടുത്താൽ അതിന്റെ HRIS ഫീൽഡ് കാണും. ഇനി ഹോം അഡ്രസ് എന്ന് എടുത്താൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് കാണും. അതിനു മുന്നേ ഒരു കാര്യം കൂടെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് പറയാനായിട്ട്, കൺട്രി സ്പെസിഫിക്. കൺട്രി സ്പെസിഫിക് എന്ന് പറയുമ്പോൾ സക്സഷൻ ഡാറ്റ മോഡലിലാണെങ്കിൽ ഇപ്പൊ സുരാഗ് ഇന്ത്യയിലെ TCSലാണ് വർക്ക് ചെയ്യുന്നത്. 2 മാസം കഴിയുമ്പോൾ തനിക്ക് ഓൺ സൈറ്റ് ഉണ്ട്. അപ്പം താൻ UK പോകുന്നത്, UK TCSലാണ് പോകുന്നത്. ഇന്ത്യയിലുള്ളപ്പം അഡ്രസ് കൊടുക്കുമല്ലോ. അഡ്രസ് കൊടുക്കുമ്പോൾ നമുക്ക് പിൻകോഡ് അല്ലേ? പക്ഷെ UK പോസ്റ്റൽ കോഡാണ്. ഇനി US സിപ്പ് കോഡാണ്. ഈ 3 സുരാഗ് അഡ്രസ് തന്നെയാണ് കൊടുത്തത്. പക്ഷെ കൺട്രി മാറിയപ്പോ അതിലെ ഫീൽഡുകൾ മാറുന്നില്ലേ, ഫോർമാറ്റ് മാറുന്നില്ലേ? അഡ്രസ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയി ഡീറ്റെയിൽസ് ആണ്, അത് സക്സഷൻ ഡാറ്റ മോഡലാണ്. പക്ഷേ 3 കൺട്രിയിലും വർക്ക് ചെയ്തപ്പോ അവിടുത്തെ അഡ്രസ്സ് താമസിക്കുന്ന അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ആ ഓരോ രാജ്യത്തും സക്സസ് ഫാക്ടേഴ്സിൽ ഹോം അഡ്രസ് എന്ന് പറയുന്നത് സക്സഷൻ ഡാറ്റ മോഡൽ തന്നെയാണ്. പക്ഷെ കൺട്രി മാറിയപ്പോ ഫോർമാറ്റുകൾ മാറിയില്ലേ?
അതെ. അപ്പൊ കൺട്രി സ്പെസിഫിക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓ. ഇപ്പൊ ഫോൺ നമ്പർ എടുക്കുക, നമുക്കിവിടെ +91 ആണ്. യുഎസിലാണെങ്കിൽ +1 ആണ്. യുകെയിൽ എനിക്ക് ഓർമ്മയില്ല എത്രയാണ്, +3 അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. ഡേറ്റിന്റെ കേസ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ അവര് ഫസ്റ്റ് മന്ത് ആയിരിക്കും എടുക്കുക, നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് ആയിരിക്കും വെക്കുക. അതുമായിട്ട് ബന്ധമില്ല. അതുമായിട്ട് ഇല്ല ബന്ധമില്ല. അല്ലേ? ഡേറ്റ് ഫോർമാറ്റുമായിട്ട് ബന്ധമില്ല. അത് സെറ്റിംഗ്സിൽ നമ്മുടെ ലാംഗ്വേജും എടുക്കുന്ന സമയത്ത് ഫോർമാറ്റ് വരുന്നേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് ഇപ്പോ just give me a second. Tecosta. ഇത് നമ്മുടെ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ ഇത് മാറിയെന്ന് തോന്നുന്നു. ദയവായി മാറണേ. ചെക്ക് ചെയ്ത് നോക്കട്ടെ. മാറിയോ നോക്കട്ടെ. മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ. ഒരു സെക്കൻഡ്. ഷുവർ. അറിയിട്ടില്ല, ബട്ട് കുഴപ്പമില്ല, നമുക്കത് കാണിച്ചു തരാം. മൈ എംപ്ലോയി ഫയൽ. ഇവിടെ ഇപ്പൊ ഹോം അഡ്രസ് നമ്മൾ എടുക്കാൻ പോവാം. ഹോം അഡ്രസ് അഡ്രസ് എടുത്തു. ഇപ്പൊ അഡ്രസ് എടുത്തു. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ജനുവരി 8 ഇപ്പൊ കൺട്രി ആഡ് അഡ്രസ്. ഇപ്പൊ കൺട്രി എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയതുകൊണ്ട് സിപ്പാണ്. അതേ സ്ഥാനത്ത് ഞാനിവിടെ ഇന്ത്യയാണ് കൊണ്ടുവരുന്നതെങ്കിൽ കണ്ടോ, ടൗണ്, സിറ്റി, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് എല്ലാം മാറിയില്ലേ? അപ്പൊ ബേസ്ഡ് ഓൺ കൺട്രി ഫീൽഡുകൾ മാറുകയല്ലേ? അപ്പൊ കൺട്രി സ്പെസിഫിക് അല്ലേ ഫീൽഡുകളെല്ലാം? കൺട്രിയുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഈ ഫീൽഡുകൾ വരുന്നത്? ഇനി യുണൈറ്റഡ് കിങ്ഡം വരികയാണെങ്കിൽ കണ്ടോ, പോസ്റ്റ് കോഡ്. സോ കൺട്രി, അപ്പൊ കൺട്രി സ്പെസിഫൈ ചെയ്ത് വരും. അത് എങ്ങനെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാനേജ് ബിസിനസ് കോൺഫിഗറേഷനിൽ ഇവിടെ ഹോം അഡ്രസ് കണ്ടോ? ഈ ഹോം അഡ്രസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറെ ഫീൽഡുകൾ കാണുന്നുണ്ട് അല്ലേ? കുറെ ഫീൽഡ് കാണുന്നുണ്ട്. പക്ഷെ ഈ ഹോം അഡ്രസ്സിന്റെ സൈഡിൽ ഡ്രോപ്പ് ഡൗൺ കണ്ടോ? ഈ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ ഹോം അഡ്രസ് കണ്ടോ? ഇന്ത്യ, GBR എന്ന് പറഞ്ഞ UK, ഫ്രാൻസ്, സ്പെയിൻ, ഡെൻമാർക്ക്, കൊളംബിയ, ചൈന, ചിലി കാണുന്നുണ്ടോ? USA. അപ്പം കൺട്രി സ്പെസിഫിക് ആയിട്ട് ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രോപ്പ് ഡൗണിൽ കാണും. ഇനി കൺട്രി സ്പെസിഫിക് ഇല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ഹോം അഡ്രസ്സേ കാണത്തുള്ളൂ. അതായത് ഇപ്പൊ സുരാഗ് വർക്ക് ചെയ്യുന്ന കമ്പനി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ US മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ പോയാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരൊറ്റ ഓപ്ഷനെ കാണത്തുള്ളൂ. ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ കാണില്ല. ഡ്രോപ്പ് ഡൗണിന്റെ താഴെ ഒന്നും കാണത്തില്ല. ഈ ഡ്രോപ്പ് ഡൗൺ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഈ കമ്പനിയിൽ ഇത്രയും എംപ്ലോയീസും ഇത്രയും ലൊക്കേഷൻസും ഉണ്ടെന്ന. കമ്പനി അവിടെ ഉണ്ടെങ്കിലല്ലേ അത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായി. ഇല്ലേ? കമ്പനി അവിടെ ഉണ്ടെങ്കിലല്ലേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പം നമുക്ക് വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുന്നത്, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി അരാംകോ ഇവിടെ നാട്ടിലുണ്ട്, പക്ഷേ അത് കൺസ്ട്രക്ഷൻ ആണ്. എന്നാൽ കൂടിയും എനിക്ക് ആ ഓപ്ഷൻ കിട്ടി. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ കമ്പനി ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും വർക്ക് ഫ്രം ഹോം കിട്ടില്ല. ഇപ്പൊ ദുബായിലെ എല്ലാ കമ്പനിയും നാട്ടിലില്ലല്ലോ. ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് അവിടെ വർക്ക് ഫ്രം ഹോം ഇങ്ങോട്ടേക്ക് നാട്ടിലോട്ട് പറഞ്ഞു വിടൂല, പക്ഷെ അവിടെ ഇരുന്ന് ചെയ്യാം വർക്ക് ഫ്രം ഹോം. വേണമെങ്കിൽ ആഴ്ച 2 ദിവസമൊക്കെ വർക്ക് ഫ്രം ഹോം എടുത്ത് ചെയ്യാം. അപ്പോ ഒരു രാജ്യത്ത് ആ കമ്പനി ഇല്ലെങ്കിൽ അവരെ കൺട്രി സ്പെസിഫിക് ഹോം അഡ്രസ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടില്ല. ഇല്ല, അവർ വെക്കത്തില്ല. അപ്പം ആ ഒരു വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. അപ്പോ ഒരു സെക്കൻഡ്.
സുരാഗെ, സോറി. Yes. ഓക്കെ, അപ്പോൾ ഈ ഹോം അഡ്രസ്സിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഹോം അഡ്രസ്സിൻ്റെ കേസ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൺട്രി സ്പെസിഫിക് ഏതിനെങ്കിലും കൺട്രി സ്പെസിഫിക്സ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ രാജ്യത്ത് ഇപ്പൊ ജോബ് നേരത്തെ ഞാൻ കാണിച്ചു തന്നായിരുന്നു. പക്ഷെ കൺട്രി സ്പെസിഫിക് വരാൻ കാരണം ഓരോ രാജ്യത്തും, സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ കമ്പനിയുടെ കേസ് വരുന്ന സമയത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ്, കമ്പനിയെ സിസ്റ്റത്തിൽ വിളിക്കുന്നത് ലീഗൽ എൻറ്റിറ്റി എന്ന്. ഈ ലീഗൽ എൻറ്റിറ്റി എന്ന് പറയാൻ കാരണം ഓരോ രാജ്യത്തും ആ കമ്പനി ആ രാജ്യത്തിലെ ലോ അനുസരിച്ചല്ലേ പ്രവർത്തിക്കുന്നത് അല്ലേ? ഇപ്പൊ ദുബായിലെ കമ്പനി ദുബായിയുടെ ലോ ആയിരിക്കും, ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ ലോ ആയിരിക്കും, UK കമ്പനി UK ലോ ആയിരിക്കും. ഇപ്പൊ TCSന്റെ തന്നെ ഈ 3 ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിലും ആ കമ്പനി അവരുടെ ആ രാജ്യത്തെ രീതി അനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ആ ഡിഫറൻസസ് ആണ് ഈ കൺട്രി സ്പെസിഫിക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ? Yes, yes. ഓക്കെ, കൺട്രി സ്പെസിഫിക് ജപ്പാൻ ആണെങ്കിലും മെക്സിക്കോ ആണെങ്കിലും, ഇപ്പം USA എടുക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് ഫീൽഡ് അധികം കാണും. കാരണം അവർക്ക് FLSA സ്റ്റാറ്റസ്, EU എന്ന് പറഞ്ഞ കുറെ കാറ്റഗറീസ് ഉണ്ട്. പക്ഷെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ അത്രയൊന്നും കാണത്തില്ല. അല്ലെങ്കിലും നമുക്ക് വിലയില്ല, എന്നാലും നമുക്ക് വലിയ കാര്യങ്ങളും പ്രത്യേകിച്ചില്ല. കൺട്രി സ്പെസിഫിക് ആയിട്ട് അത് മാറും അല്ലേ? അത് മാറിക്കൊണ്ടിരിക്കും. അത് മാറും. അത് മാറിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ കൺട്രി സ്പെസിഫിക് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അതായത് ഓരോ കൺട്രി അനുസരിച്ച് ഡീറ്റെയിൽസ് മാറുന്നതുകൊണ്ടാണ് കൺട്രി സ്പെസിഫിക്. പക്ഷെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. സക്സഷൻ ഡാറ്റ മോഡൽ കൺട്രി സ്പെസിഫിക് ആണെങ്കിൽ എംപ്ലോയ്മെന്റ് ആണ്. ഇനി ഓർഗനൈസേഷൻ ഡീറ്റെയിൽസിൽ ബന്ധപ്പെട്ടാണെങ്കിൽ കോർപ്പറേറ്റുമായിട്ടാണ് വരുന്നത്. കോർപ്പറേറ്റ് ഡാറ്റ മോഡലായിട്ടാണ് കൺട്രി സ്പെസിഫിക് വരുന്നത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ പറഞ്ഞു HRIS എലമെന്റ്സ്, HRIS ഫീൽഡ്സ്. സുരാഗ്, എനിക്കൊരു അർജന്റ് കോള്, എനിക്കൊരു ഹോസ്പിറ്റൽ കേസാണെന്ന് തോന്നുന്നു, വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഈ ക്ലാസ്സിന് വൈൻഡപ്പ് ചെയ്തോട്ടെ? നാളെ നമുക്ക് കണ്ടിന്യൂ, കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. പോണല്ലേ? വേണ്ട, ഒരു 5 മിനിറ്റ്സ് ഞാൻ വരും. 5 മിനിറ്റ്സ്. കോളത്തിന്റെ അർജന്റ് ഇല്ല, കുഴപ്പമില്ല. ശരി.
Hi, Surak. Surak? യെസ് കെവിൻ. സോറി, ഒരു ഹോസ്പിറ്റൽ കേസ് എമർജൻസി ആയിരുന്നു. പേയ്മെന്റ് അടയ്ക്കാനുണ്ടായിരുന്നു, അത് പെട്ടെന്ന് കൊടുത്തു. ഓ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ HRIs എലമെന്റ്സും HRIs ഫീൽഡ്സും ഈ രണ്ട് കോൺസെപ്റ്റോടെ കണ്ടത്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഒരുപാട് പ്രാവശ്യം ജോബ് ഇൻഫോ എന്നും പോസ്റ്റൽ ഇൻഫോ എന്നും ഹോം അഡ്രസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഫ്രണ്ട് എൻഡിൽ നോക്കുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ എടുത്താൽ പേഴ്സണൽ ഇൻഫോർമേഷൻ, പ്രിഫിക്സ്, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം. ഈ HRIs എലമെന്റിൽ ഞാൻ പേഴ്സണൽ ഇൻഫോ അല്ല, പേഴ്സണൽ ഇൻഫോ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ലേബൽ ആയിട്ടുള്ള പേഴ്സണൽ ഇൻഫോർമേഷൻ അല്ലേ ഇവിടെ കിടക്കുന്നത്? കാണുന്നുണ്ടോ? ആ HRIs എലമെന്റ് സെലക്ട് ചെയ്തപ്പോൾ കണ്ട ഇവിടെയും പേഴ്സണൽ ഇൻഫോ, പക്ഷെ അതിന്റെ ലേബലാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അതിലുള്ള ഫീൽഡ് കണ്ടോ? പ്രിഫിക്സ്, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം. അതല്ല ഇവിടെ കിടക്കുന്നത്, പ്രിഫിക്സ്, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം. അപ്പോ ഈ HRIs എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന പോർട്ട്ലെറ്റ്സ് ആണ്. അതായത് HRIs എലമെന്റിലെ HRIs ഫീൽഡുകളാണ് ഈ പോർട്ട്ലെറ്റ്സിൽ കാണുന്ന ഫീൽഡുകൾ. ഡാറ്റ അല്ല, ഫീൽഡ്. പക്ഷെ ശ്രദ്ധിച്ചാൽ മതി, HRIs എലമെന്റിന്റെ ഒരു കോഡ് ഉണ്ട്, പക്ഷെ അതിന്റെ ലേബൽ മാത്രമാണ് ഫ്രണ്ട് എൻഡിൽ വരുന്നത്. HRIs ഫീൽഡുകൾക്കും ഓരോ കോഡ് ഉണ്ട്. ആ കോഡിനെ ഐഡന്റിഫയർ എന്ന് വിളിക്കും. ഐഡന്റിഫയേഴ്സ് ബാക്ക് എൻഡിൽ കിടക്കും, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ലേബലാണ് ഫ്രണ്ട് എൻഡിൽ കിടക്കുന്നത്. സോ HRIs എലമെന്റ്സ് എന്ന് പറയുന്നത് പോർട്ട്ലെറ്റ്സ്, ഫീൽഡ് എന്ന് പറയുന്നത് പോർട്ട്ലെറ്റ്സ് ഫീൽഡ്സ്. അപ്പോ പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ HRIs എലമെന്റ് എന്ന് പറയുന്നത് സക്സഷൻ ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സക്സഷൻ ഡാറ്റ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് സക്സഷൻ ഡാറ്റ പോർട്ട്ലെറ്റ്സ് എന്നാണ്. ഇത് ആ സക്സഷൻ ഡാറ്റ പോർട്ട്ലെറ്റ്സ് ഫീൽഡ്സ്. എന്തുകൊണ്ടായിരിക്കും ഞാൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത്? കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ വെർബലി പറഞ്ഞതാണ്. ഒന്ന്, ഈ സിസ്റ്റത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട് കുറെ ഒബ്ജക്ട്സും പോർട്ട്ലെറ്റ്സും കാണും. നമ്മൾ ഓർഗനൈസേഷന് വേണ്ടി ചെയ്യുന്നതിനെ കസ്റ്റം എന്നാണ് പറയുന്നത്. കാരണം ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അതിനകത്ത് ഓൾറെഡി ഉണ്ടാവും. പക്ഷെ സുരാഗിന്റെ ആവശ്യം അനുസരിച്ച് സുരാഗ് കസ്റ്റമൈസ് ചെയ്യുന്നതാണ് സുരാഗ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന അഡീഷണൽ ആപ്പുകളും കാര്യങ്ങളും. അപ്പം ഈ സക്സസ് ഫാക്ടർ സിസ്റ്റം ആയിരക്കണക്കിന് കമ്പനി യൂസ് ചെയ്യുന്നെങ്കിലും എല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യും? ഇല്ല. അവരവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. അതിനാണല്ലോ നമ്മൾ ഇരിക്കുന്ന ഫങ്ഷണൽ കൺസൾട്ടൻസി. പക്ഷേ സക്സഷൻ ഡാറ്റ മോഡലിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പോർട്ട്ലെറ്റ്സ് മാത്രമേ ഉള്ളൂ. അവിടെ കസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. SAP ബൈ ഡിഫോൾട്ട് ആയിട്ട് സുരാഗിന് അല്ലെങ്കിൽ ഈ സക്സസ് ഫാക്ടേഴ്സിന് തരുന്ന പോർട്ട്ലെറ്റ്സ് ആണ് HRIs എലമെന്റ്. ഇതിന്റെ അകത്ത് കസ്റ്റമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ടൂളിൽ കാണുന്ന ഓരോ HRIs എലമെന്റും എനേബിൾ ആയിട്ട്, ഇപ്പൊ ഡിസേബിൾ ആയി കിടപ്പുണ്ട്, എനേബിൾ ആയിട്ടുള്ള ഓരോന്നും ഇവിടെ പോർട്ട്ലെറ്റ്സ് ആയിട്ട് കിടപ്പുണ്ട്. അതിലുള്ള ഫീൽഡുകളും അതുപോലെ തന്നെ കിടപ്പുണ്ട്. സോ പക്ഷെ ഞാൻ ഒരിക്കലും HRIs ഫീൽഡിനെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അതിൽ സ്റ്റാൻഡേർഡും കൊണ്ടുവരാൻ പറ്റും, കസ്റ്റമും കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. HRIs എലമെന്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡിൽ കാണുന്ന, സോ ഇത് ബാക്ക് എൻഡ്, ഇത് ഫ്രണ്ട് എൻഡ്. പക്ഷെ ഫ്രണ്ട് എൻഡിൽ ഓർക്കുക, കോഡ് ഒരിക്കലും വരില്ല. എന്ത് മാത്രമേ വരത്തുള്ളൂ? ലേബൽ. ബാക്ക് എൻഡിൽ ഐഡന്റിഫയർ വിത്ത് ലേബൽ. HRIs എലമെന്റ് ആണെങ്കിലും ശരി, ഫീൽഡ് ആണെങ്കിലും ശരി, ഫ്രണ്ട് എൻഡിൽ ലേബൽ മാത്രമേ വരത്തുള്ളൂ. കാരണം നാട്ടുകാരും കോഡ് കാണേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് ഫ്രണ്ട് എൻഡിൽ കാണുമ്പോഴേക്കും അവർക്ക് കറക്റ്റ് പേര് മാത്രം കണ്ടാൽ പോരെ. ബാക്കിൽ ഏത് കോഡാണ് എന്താണ്? കാരണം ഈ ടൂൾ അവർക്ക് ആക്സസ് ചെയ്യാൻ പോലും പറ്റില്ല. ഈ ടൂളും നമുക്ക് ആക്സസ് ചെയ്യാനേ പറ്റത്തുള്ളൂ, അവർക്ക് ആക്സസ് ചെയ്യാൻ പോലും പറ്റത്തില്ല.
മനസ്സിലായോ? ഓക്കെ. സോ ഞാൻ ഇന്ന് ടൂളിന്റെ ഈ സിസ്റ്റത്തിന്റെ ആക്സസ് തരാം. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓവർവ്യൂ ചെയ്യാനായിട്ടൊന്ന് പോയി നോക്കുക. എല്ലാം ഒന്ന് ഓവർവ്യൂ ചെയ്യാനായിട്ട് പോയി നോക്കുക. എറർ മാറുമ്പോഴേക്കും അതിന്റെ പ്രാക്ടീസ് തുടങ്ങാം. ഫൈൻ. ഓക്കെ. അത് എന്റെ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഓപ്പൺ ആവില്ലേ? അത് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഒരു കുഴപ്പമില്ല. ഞാനത് വാട്സാപ്പിൽ ലിങ്ക് ചെയ്ത് അയച്ചു തരാം. പാസ്വേഡും അത് ഓപ്പൺ ആവും. അതൊന്നും പ്രശ്നമൊന്നുമില്ല. അത് റെസ്ട്രിക്റ്റഡ് അല്ല, ക്ലൗഡ് അല്ലേ. ഓക്കെ ഓക്കെ. സോ നാളെ നമുക്ക് HRS എലമെന്റും ഫീൽഡിന്റെയും ബിൽഡ് പഠിക്കാം. ഇന്നത്തെ തന്നെ സോറി കേട്ടോ, നാളെ 12 മണിക്ക് തന്നെ കയറാം. ഞാൻ ഹോസ്പിറ്റലിൽ ഇതായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ഡിലേ ആക്കാനായിരിക്കില്ല. നാളെ നമുക്ക് ചെയ്യാം. നാളെ കോൺഫിഗറേഷൻ ആണോ വരുന്നത്? നാളെ ഇനി കോൺഫിഗറേഷൻ ആണ്. ഈ HRS എലമെന്റിന്റെയും HRS ഫീൽഡിന്റെയും കോൺഫിഗറേഷൻസ് നമ്മൾ സിസ്റ്റത്തിനകത്ത് ചെയ്യുന്നതായിരിക്കും. ഈ സിസ്റ്റത്തിലല്ല, ഞാൻ വേറെ സിസ്റ്റം എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി. ഫ്ലിപ്കാർട്ടിന്റെ ആ സിസ്റ്റത്തിലായിരിക്കും ചെയ്യുന്നത്. നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് അതൊന്ന് വരുമ്പോഴേക്കും ചെയ്യാൻ പറ്റും. സാധാരണ നിങ്ങൾ ഡിലേ വരുന്നതല്ല, ഒരു ചെറിയ ഡിലേ അടിച്ചതാണ്. മൺഡേ ആകുമ്പോൾ എന്തായാലും കറക്റ്റ് ആവും. എന്നാലും സിസ്റ്റം എന്തായാലും കയ്യിലിരിക്കട്ടെ. ഒന്ന് ഗോ ത്രൂ ചെയ്യാനായിട്ടും ഈ ടൂളൊക്കെ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഗോ ത്രൂ ചെയ്യും. ഓക്കെ. നോ ഇഷ്യൂസ്. ഓക്കെ. താങ്ക് യു സുരാഗ്. സീ യു ടുമോറോ. ഓക്കെ. താങ്ക്സ് കെവിൻ. ടേക്ക് കെയർ. ബൈ.